ഈ ഒരു കഥാപാത്രം ശരിക്കും മമ്മൂക്കയുടെ കുറച്ച് ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എടുത്തതിന് നമുക്കറിയാം, നമുക്ക് കുറച്ച് റൗഡി ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലാലേട്ടൻ്റെ പോലെ, ലാലേട്ടനും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. മമ്മൂക്കയുടെ വേറൊരു സ്റ്റൈലാണ്, നമുക്ക് രണ്ടുപേരുടെയും സ്റ്റൈൽ ഇഷ്ടമാണ്, രണ്ടുപേരുടെ രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്. ഈ ഒരു ക്യാരക്ടറാണ് വീണ്ടും തിരിച്ചു വരുന്നത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം രഞ്ജിത്ത്, നമുക്കറിയാം കുറേ ആയി രഞ്ജിത്ത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ട്. അവസാനം 2018 ഡ്രാമ എന്ന് പറഞ്ഞ സിനിമ രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം പിന്നെ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അയ്യപ്പനും കോശിയും, നായാട്ട്, കൊത്ത് എന്ന് പറയുന്ന സിനിമ, ഇതൊക്കെ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. കോ പ്രൊഡ്യൂസറാണ്, വേറെ ഒരു പ്രൊഡ്യൂസറുണ്ട് രഞ്ജിത്തിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ നമുക്കറിയാം കുറച്ച് വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. പിന്നെ അദ്ദേഹത്തിന് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നത്, ഇതിനിടയ്ക്ക് മനോരഥത്തിലെ ഒരു എപ്പിസോഡ്, നമ്മുടെ MTയുടെ കഥകളിലെ ഒരു സെഗ്മെൻറ്റ്, അത് മമ്മൂക്ക തന്നെയായിരുന്നു നായകൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം ആരു എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു. ആ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂക്കയാണ്. അതിലെ മമ്മൂട്ടി കമ്പനിയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. മഞ്ജു വാര്യരും ശ്യാം പ്രസാദും അഭിനയിച്ച അത് മിക്സഡ് ഒപ്പീനിയൊക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തിരിച്ചുവരവ് കിട്ടി, അത് മമ്മൂക്ക തന്നെയാണ്. അപ്പോൾ മമ്മൂക്ക എന്നും അദ്ദേഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർക്ക് മമ്മൂക്ക എന്നൊരു വല്ലാത്തൊരു ബോണ്ടിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ, അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, മലയാള സിനിമയിലെ വേറൊരു തരത്തിൽ കൊണ്ടെത്തിച്ച ഒരു സിനിമയാണ്. അത് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയ സിനിമയാണ്. എനിക്ക് ക്രിട്ടിക്കലൊക്കെ മാത്രമല്ല, തിയേറ്ററിൽ നന്നായിട്ട് ഓടി. അന്ന് ഒരു 150-170 ദിവസം ഒക്കെ തൃശ്ശൂരും അങ്ങനെ 1-2 സെൻറ്റേഴ്സിലൊക്കെ ആ ഒരു സിനിമ കളക്ട് ചെയ്തു. മമ്മൂക്കയുടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇന്ത്യൻ റുപ്പിക്ക് നാഷണൽ അവാർഡ് കിട്ടി. അപ്പോൾ എപ്പോഴും മമ്മൂക്ക അദ്ദേഹത്തിന് ഒരു സപ്പോർട്ടുണ്ട്. ബാബുട്ടിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞ രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് എഴുതി GS വിജയൻ ഡയറക്ട് ചെയ്ത സിനിമ മമ്മൂക്കയാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ എപ്പോഴും ഒരു കൈത്താങ്കാണ്. അത് രഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിനെ കമ്പയർ ചെയ്യുമ്പോൾ മോഹൻലാലിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനും സിനിമകൾ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുമ്പോൾ എനിക്കൊരു 2 വരിയിലൊക്കെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കൺവിൻസ്ഡ് ആണ്, എനിക്ക് ഉടനെ ഒരു പടം ചെയ്യാൻ ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.